കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാനായി കർത്താവ് തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെയും ദൈവത്തിൻ്റെ സഭ ആയിരുന്നു. അതിനോടുകൂടി നമുക്കും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ദൈവം എന്ന പൽക്കാലവും നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും ഓരോ ദിവസവും നാം പ്രാപിച്ചെടുക്കേണ്ടതിന് വേണ്ടി നാം ചെയ്യേണ്ട പ്രവൃത്തികളും നാം ജീവിക്കേണ്ട ജീവിതങ്ങളൊക്കെയും കർത്താവ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തി തന്നതിന് പ്രകാരം നമുക്ക് അധ്വാനിക്കുവാനും പോരാടുവാനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ പലകാലം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വഭാവത്തിൻ്റെ ആത്മാവും പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലൊക്കെയും നമ്മളെ കർത്താവ് ഈ മരുപ്രയാണം തരണം ചെയ്യുവാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ചിന്തിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിക്കുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവമായിരുന്നു നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം ഏറ്റവും ക്ലേശപൂർണവും കഷ്ടപൂർണവുമായിരുന്നു എന്ന് കാണുന്നുണ്ട്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. മാനവരാശിയുടെ പാപങ്ങൾ വഹിച്ചതുകൊണ്ട് അവൻ ഈ ലോകത്ത് വളരെ വേദനയും കഷ്ടവും ഞെരുക്കവും ഒക്കെയും അനുഭവിച്ചാണ് ഈ ലോകത്തു നിന്ന് അവൻ കടന്നു പോകാനിടയായിത്തീർന്നത്. പക്ഷെ അപ്പോഴൊക്കെയും അവന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രൂശിനെ അലക്ഷ്യമാക്കുവാൻ തക്കവണ്ണം, അതിനെ ശ്രദ്ധിക്കാതിരിക്കാൻ തക്കവണ്ണം, അതിനപ്പുറമായിട്ട് വലിയൊരു സന്തോഷം കർത്താവിന് മുമ്പിൽ വെച്ചിരിക്കുന്ന അവൻ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് അവന് അതെല്ലാം നിസ്സാരമായിട്ട് അവനതെല്ലാം അയ്യോ ഞാനൊക്കെ അത്രയും കഷ്ടം അനുഭവിക്കുന്നുള്ളൂ എന്നുള്ള തോന്നലല്ല, പിന്നെയോ അതിനപ്പുറത്ത് വെച്ചിരിക്കുന്ന സന്തോഷം പ്രാപിക്കാനാണ് ഇതൊക്കെയും വന്നിരിക്കുന്നതെന്ന് കർത്താവിനറിയാം. എന്നാൽ പലപ്പോഴും നമുക്ക് അതിനെ സംബന്ധിച്ച് അറിയുവാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും നമ്മളുടെ കഷ്ടങ്ങളിലും നമ്മളുടെ ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലൊക്കെയും നമ്മൾ പിറുപിറുക്കുകയും മുഷിഞ്ഞു പോവുകയും ഭാരപ്പെടുകയും പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോവുകയും ഒക്കെയും ചെയ്യുന്ന അവസ്ഥകളും അനുഭവങ്ങളൊക്കെയും ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ദൈവരാജ്യം പ്രാപിക്കണം, ദൈവരാജ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സ്ഥാനത്തൊക്കെയും ചെന്നെത്തണമെന്നുള്ള ആഗ്രഹമൊക്കെയും ഉണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നതുപോലെ ഞങ്ങൾക്കും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരണം. കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണം. സബദി മക്കൾ ആഗ്രഹിച്ചതുപോലെ കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണം. ഇങ്ങനെയൊക്കെ അനവധി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അവർ നിവർത്തിച്ചത്, അവരതെല്ലാം പ്രാപിച്ചത് അവർ ഏറ്റവും സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടല്ല. ഒരുത്തിനിടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. സബദി മക്കൾക്ക് ആഗ്രഹമുണ്ടായപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാനായിട്ട് സാധിക്കുമോ? അപ്പോൾ അത് കുടിച്ചു കഴിയുമ്പോഴാണ് അത് കുടിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കുന്നവർക്കാണ്, മനഃപൂർവ്വം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് ആ സ്വർഗീയമായ പദവിക്കുള്ള യോഗ്യത ലഭിക്കുന്നതെന്ന് കർത്താവ് അവരോട് സൂചിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അതിനായിട്ട് അവരുടെ ജീവിതത്തിൽ അപൂർവമായ പല കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ നമ്മൾ പ്രത്യാശ വെച്ചതും പ്രതീക്ഷ വെച്ചതും പ്രാർത്ഥിച്ചതുമായ കാര്യങ്ങളൊക്കെയും പലപ്പോഴും മനുഷ്യൻ മറന്നു പോകാനിടയായിത്തീരും. എനിക്ക് കർത്താവിനോടൊപ്പം വളരണം, ക്രിസ്തുവിൻ തലയോളം വളരണം, എനിക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ അവകാശമൊക്കെയും പ്രാപിക്കണം, യാക്കോബിനെ പോലെ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നൊക്കെയും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള വഴിയും മുഖാന്തരമെല്ലാം ദൈവം ഒരുക്കുമ്പോൾ മനുഷ്യർ അനേകർ പിന്മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാൻ പോവുകയാണ്, അടുത്ത പദവിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി അബ്രഹാമിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു അഗ്നി പരീക്ഷയാണ്, ഒരു അഗ്നിശോധനയാണ്, തൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കുക എന്നുള്ളത്. അബ്രഹാമിൻ്റെ സകല പ്രതീക്ഷയും ഇസ്ഹാക്കിന്മേലാണ് വെച്ചിരിക്കുന്നത്.
അബ്രഹാം ഇസ്ഹാക്കിനെ അളവറ്റ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെയും വിട്ട്, നിൻ്റെ പിതൃഭവനത്തെ ഒക്കെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞവനായ കർത്താവ് അവനെ ആ ദേശത്തേക്ക് നടത്തി അതിലെത്തിക്കുവാൻ വേണ്ടി ഈ ലോകത്ത് അബ്രഹാം നിവർത്തിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ അബ്രഹാം ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്. ലോത്തിനെ പോലെയും മറ്റ് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ മാത്രമേ അബ്രഹാം ഉള്ളൂ. അതിലും ഉപരിയായ ഒരു സ്ഥാനത്തേക്ക് അവനെ ഉയർത്തുവാനായിട്ട് അവന് ചില കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അത് പരീക്ഷകളും ശോധനകളും കഷ്ടതകളുമായിട്ടൊക്കെയുമാണ് ഈ ലോകത്ത് വെളിപ്പെടുന്നത്. മനുഷ്യർക്കത് തോന്നുന്നത്, മനുഷ്യർക്ക് അനുഭവപ്പെടുന്നതൊക്കെയും അതാണ്. എന്നാൽ ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിൽ അതിശയിച്ചു പോകരുത്, കാരണം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളതാവും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ട് ഇടവരും. അപ്പോൾ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ വച്ചിരിക്കുന്ന ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ട് മനുഷ്യർക്ക് യോഗ്യത കൊടുക്കുന്നതായ, മനുഷ്യർക്ക് അതിനുള്ള കഴിവ് കൊടുക്കുന്നതിനായ, മനുഷ്യർക്ക് അതിനുള്ള പ്രാപ്തി കൊടുക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അത് നാം നിവർത്തിക്കുമ്പോൾ അത് നാം ഏറ്റവും അധികമായിട്ട് ശ്രദ്ധയോടെ അത് കരുതിക്കൊള്ളണം. അത് നാം നിവർത്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് വെച്ചിരിക്കുന്ന പദവിയിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. ജോസഫ് കഷ്ടങ്ങളൊക്കെയും അനുഭവിച്ചപ്പോൾ, പ്രയാസങ്ങളൊക്കെയും അനുഭവിച്ചപ്പോൾ ജോസഫ് മിസ്രൈം ദേശത്തേക്ക് അടിമയായിട്ട് വിൽക്കപ്പെട്ട് പോകുവാനിടയായിത്തീർന്നു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷവും ജോസഫിന് ദർശനം ഉണ്ടായി. കാരണം അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള ആ ദർശനം അവൻ കൈവിട്ട് കളഞ്ഞില്ല. തൻ്റെ മാതാപിതാക്കളും തൻ്റെ സഹോദരന്മാരൊക്കെയും തൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുന്നതായ ദൈവം അവനെ ഉയർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ ദർശനം ജോസഫിൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് സഹോദരന്മാർ പറയുന്നത്, എന്നെ നിങ്ങളല്ല അയച്ചത്, എന്നെ അയച്ചത് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെയും രക്ഷയ്ക്ക് വേണ്ടി എന്നെ മുന്നമേ മിസ്രൈം ദേശത്തേക്ക് അയച്ചത് ദൈവമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ സന്തതി 400 വർഷക്കാലം മിസ്രൈമിൽ പാർക്കും എന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം അബ്രഹാം വാമൊഴിയായിട്ട് തൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിലേക്കും തൻ്റെ മകനായിരിക്കുന്ന യാക്കോബിലേക്കൊക്കെയും അത് പകർത്തിട്ടുണ്ടാകും നിശ്ചയമായിട്ടും. കാരണം യഹൂദന്മാരുടെ വിശ്വാസവും അവരോട് ദൈവം സംസാരിച്ചൊക്കെയും അവർ തലമുറയോട് പറഞ്ഞു കൊടുക്കണമെന്ന് അവരുടെ രക്തത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അത് തൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഇവനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശക്തമായ ദൈവത്തിൻ്റെ ആലോചനയുമുണ്ട് യോസഫിന്. ഇതൊക്കെയും യോസഫിന് മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിസ്രൈമിലേക്ക് തന്നെ വിട്ടപ്പോഴും ജോസഫ് സഹോദരന്മാരോട് അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നല്ല, പിന്നെയോ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. എനിക്ക് ദൈവം തന്നിട്ടുള്ള ദർശനവും എൻ്റെ പിതാക്കന്മാരോട് നിങ്ങൾ 400 വർഷക്കാലം മിസ്രൈമിലെ പ്രവാസികളായി പാർക്കുമെന്നുള്ള ദർശനമൊക്കെയും അവൻ്റെ ഹൃദയത്തിൽ നിശ്ചയമായിട്ടുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ വന്നിരിക്കുന്ന സാഹചര്യങ്ങളെ ജോസഫ് ഒരിക്കലും ഭയപ്പെട്ടില്ല. വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും ജോസഫ് പഴിച്ചില്ല. പിന്നെയോ അതുകൊണ്ട് എനിക്കും എൻ്റെ പിതൃഭവനത്തിനും ലോകത്തിനുമൊക്കെയും നന്മ വരും. അതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ മുമ്പ് വായിച്ചതുപോലെ ഒരു ശ്രേഷ്ഠ ഗ്രഹമായി പണിയപ്പെടാനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജോസഫ് ഗ്രഹിച്ചുകൊണ്ട് ദീർഘക്ഷമയോടുകൂടി ഇരുന്ന് ആ വാഗ്ദത്തെ കൈവശമാക്കിയെന്ന് നമുക്ക് ദൈവത്തിന് വരുന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായുള്ളവരെ നമ്മെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്നും നമുക്ക് ദൈവം നിന്നുള്ള ദർശനങ്ങളും നമുക്ക് ദൈവം നിന്നുള്ള ആലോചനകളെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിലേക്ക് ദൈവം നമ്മെ നടത്തുന്നുവെന്ന് നാം വാസ്തവമായിട്ട് ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, നമ്മെ ഒരു മഹത്വത്തിലേക്ക് എത്തിക്കുവാനായിട്ട് വരുന്ന അഗ്നിശോധനകളൊക്കെയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷാർത്ഥം ദാസനെ ഏൽപ്പിക്കുക.